Hi, channel ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ഇത് ഉപകരിക്കും. ഹുവാവേയുടെ സബ് ബ്രാൻഡാണ് ഹോണർ. ഹോണർ എന്ന പേരിൽ ഇറക്കുന്ന ഫോണുകൾക്ക് ഹുവാവേ ബ്രാൻഡിലുള്ള ഫോണുകളേക്കാൾ വില കുറവായിരിക്കും. അതുപോലെ ഒരു സബ് ബ്രാൻഡുമായി എത്തിയിരിക്കുകയാണ് ഷോമി. അവരുടെ പുതിയ സബ് ബ്രാൻഡിൻ്റെ പേര് പോക്കോ എന്നാണ്. സ്മാർട്ട് ഫോൺ വിപണി ഒരു വശത്ത് 1 ലക്ഷം രൂപയും കടന്നുള്ള മോഡലുകളുമായി കുതിക്കുകയാണ്. എന്നാൽ മറുവശത്ത് വിലകൾ താഴോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ഷോമി. പലരും തങ്ങൾ വാങ്ങുന്ന ഫോണുകളുടെ പല ഫീച്ചറുകളും ഉപയോഗിക്കുന്നില്ല. വെറുതെ ആവശ്യമില്ലാത്തത്ര വില കൊടുത്ത് വാങ്ങുന്ന ഫോണുകൾ ഒരു ആഡംബര വസ്തു എന്ന നിലയിൽ കയ്യിൽ വയ്ക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അത് മനസ്സിലാക്കി പ്രായോഗികമായി ചിന്തിക്കുന്നവരെ ലക്ഷ്യമിട്ടായിരിക്കും പോക്കോ ഫോണുകൾ എത്തുക. തങ്ങളുടെ സബ് ബ്രാൻഡിലെ ആദ്യ ഫോൺ പോക്കോ F1 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ചില മോഡലുകൾക്ക് വില അല്പം കൂടുമെങ്കിലും ഷോമിയുടെ ഏറ്റവും മികച്ച ഫോണുകളുടെ അത്ര വില വരില്ല. പോക്കോ F1 സ്മാർട്ട് ഫോണിൻ്റെ വില ആരംഭിക്കുന്നത് 20,999 രൂപ മുതലാണ്. 6GB റാമും 64GB ഇൻ്റർണൽ സ്റ്റോറേജുമാണ് ഈ വേരിയൻറ്റിന് ഉണ്ടാവുക. 6GB റാമും 128GB സ്റ്റോറേജുമുള്ള വേരിയൻ്റ് ആകുമ്പോൾ വില 23,999 രൂപയാകും. ഇനി 8GB റാമും 256GB സ്റ്റോറേജുമുള്ള മോഡൽ വേണമെങ്കിൽ വില 28,999 രൂപയാകും. ഇവയൊക്കെ കൂടാതെ ഒരു ആർമഡ് എഡിഷൻ കൂടിയുണ്ട്. 8GB റാമും 256GB സ്റ്റോറേജും തന്നെയാണ് ഇതിനുണ്ടാവുക. വില 29,999 രൂപയാണ്. HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് പിന്നെ EMI എന്നിവ ഉപയോഗിച്ചാൽ ആദ്യ സെയിലിൽ 1000 രൂപ വരെ ഡിസ്കൗണ്ട് ലഭിക്കും. ജിയോ കസ്റ്റമേഴ്സിന് 6 TB വരെയുള്ള അഡീഷണൽ ഡാറ്റയും 8,000 രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് ഓഫറുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിലും MI.comലും ആദ്യ സെയിൽ ഓഗസ്റ്റ് 29-ന് ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും നടക്കുക. സ്റ്റീൽ ബ്ലൂ, ഗ്രാഫൈറ്റ് ബ്ലാക്ക് പിന്നെ റോസോ റെഡ് എന്നീ കളർ ഓപ്ഷനുകളിലായിരിക്കും പോക്കോ F1 ലഭ്യമാവുക. ഈ സ്മാർട്ട് ഫോണിൻ്റെ കൂടെ തന്നെ ബോക്സിൽ ഒരു സോഫ്റ്റ് കേസും ഉണ്ടാവും. ലിക്വിഡ് കൂൾ ടെക്നോളജി സപ്പോർട്ടുള്ള സ്നാപ്ഡ്രാഗൺ 845 ചിപ്സെറ്റുള്ള ഈ സ്മാർട്ട് ഫോണിൽ Adreno 630 ആണ് GPU. പോക്കോ F1 വരുന്നത് 18.9:9 ആസ്പെക്ട് റേഷ്യോയും 2.5D കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനുമുള്ള 6.18 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. മുകളിൽ നോച്ചുള്ള ഈ ഡിസ്പ്ലേക്ക് 500 nits വരെ ബ്രൈറ്റ്നസ് ഉണ്ട്. സെറ്റിംഗ്സിൽ പോയി നോച്ച് മുഴുവനായും ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും. ഈ നോച്ചിൽ ഇൻഫ്രാറെഡ് ലൈറ്റ് സംവിധാനം ഉള്ളതുകൊണ്ട് വെളിച്ചമില്ലാത്തപ്പോഴും ഇതിലെ ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ ഉപയോഗിക്കാൻ സാധിക്കും. 64GB 128GB അല്ലെങ്കിൽ 256GB വരെയുള്ള ഇന്റർണൽ സ്റ്റോറേജ് മതിയാവില്ല എങ്കിൽ 256GB വരെയുള്ള മൈക്രോ SD കാർഡ് ഹൈബ്രിഡ് സ്ലോട്ടിൽ ഉപയോഗിക്കാൻ സാധിക്കും. പുറകിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പുള്ള ഈ സ്മാർട്ട് ഫോണിൽ 1.4 മൈക്രോൺ പിക്സൽ സൈസും f1.8 അപ്പേർച്ചറും ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് ഫീച്ചറുമുള്ള 12 മെഗാപിക്സൽ സോണി IMX 363 സെൻസർ ഉപയോഗിച്ചുള്ള പ്രധാന ക്യാമറയും f2.0 അപ്പേർച്ചറുള്ള 5 മെഗാപിക്സലിന്റെ ഒരു സെക്കൻഡറി ഡെപ്ത് സെൻസറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ക്യാമറ സെറ്റപ്പിന് ഡ്യുവൽ പിക്സൽ ടെക്നോളജി, HDR പിന്നെ റിയൽ ടൈം AI ഫോട്ടോഗ്രാഫി എന്നീ ഫീച്ചറുകളും ഉണ്ടാവും. പുറകിലെ ക്യാമറയ്ക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫീച്ചറുണ്ട്. ഫ്രണ്ട് ക്യാമറ ആയി ഉള്ളത് 20 മെഗാപിക്സലിന്റെ സെൻസറാണ്. ഇതിന് HDR പിന്നെ AI ബ്യൂട്ടിഫൈ ഫീച്ചേഴ്സ് ഉണ്ട്. 25 കാറ്റഗറികളുള്ള വസ്തുക്കളെയും 206 വ്യത്യസ്ത സീനുകളും അനേകം സാഹചര്യങ്ങളും ഓട്ടോമാറ്റിക്കായി മനസ്സിലാക്കി ഷൂട്ടിംഗ് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കും. പോക്കോ F1-ലെ പുറകിലെ ക്യാമറയ്ക്ക് 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ 4K അല്ലെങ്കിൽ ഫുൾ HD വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫുൾ HD അല്ലെങ്കിൽ 720pയിൽ 240 ഫ്രെയിംസ് പെർ സെക്കൻഡിലുള്ള സ്ലോ മോഷൻ വീഡിയോസും റെക്കോർഡ് ചെയ്യാം. പോക്കോ F1-ലുള്ളത് MIUI 9.6 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഒരു സ്പെഷ്യൽ വേർഷനാണ്. ഇതിൽ ഒരു പോക്കോ ലോഞ്ചർ, ഒരു ആപ്പ് ഡ്രോയർ, മറ്റു കസ്റ്റമൈസേഷനുകൾ എന്നിവ ഉൾപ്പെടും. സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ യൂസർ ഇന്റർഫേസിന് സമാനമാണ് പോക്കോ ലോഞ്ചറിന്റെ ഡിസൈൻ. പോക്കോ ലോഞ്ചർ ഓഗസ്റ്റ് 29 മുതൽ പ്ലേ സ്റ്റോർ വഴി എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. വേഗത്തിൽ ആപ്ലിക്കേഷനുകൾ സ്റ്റാർട്ട് ചെയ്യാനും മികച്ച പെർഫോമൻസ് നൽകാനും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സ്വൈപ്പിംഗ് എക്സ്പീരിയൻസ് നൽകാനും ഈ പറഞ്ഞ സ്പെഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സാധിക്കും. ഈ പറഞ്ഞ MIUI ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇപ്പോൾ ആൻഡ്രോയിഡ് 8.1 ഓറിയോയിലാണ് പ്രവർത്തിക്കുക. 2018 അവസാനത്തോടെ ആൻഡ്രോയിഡ് പൈ അപ്ഡേറ്റ് ലഭിച്ചു തുടങ്ങും. കൂടാതെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് എല്ലാ മാസവും ലഭിക്കുകയും ചെയ്യും. ആൻഡ്രോയിഡ് പൈ അപ്ഡേറ്റ് മിക്കവാറും MIUI 10 അപ്ഡേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. 4G+ സ്റ്റാൻഡേർഡിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട മൊബൈൽ ഡാറ്റ ഡൗൺലോഡ് സ്പീഡും ഈ സ്മാർട്ട് ഫോണിനുണ്ട്. ക്വിക്ക് ചാർജ് 3.0 സപ്പോർട്ടുള്ള 4000 mAhന്റെ ബാറ്ററിയാണ് ഇതിനുള്ളത്. 18 വാട്ടിന്റെ ക്വിക്ക് ചാർജ് 3 സപ്പോർട്ടുള്ള ചാർജ് ഫോണിന്റെ കൂടെ തന്നെ ലഭിക്കും. ഫിംഗർ പ്രിന്റ് സെൻസർ ഉള്ളത് ഫോണിന്റെ ബാക്ക് പാനലിൽ ക്യാമറ സെറ്റപ്പിന് താഴെയായിട്ടാണ്. 4G+, വോൾട്ടി, Wi-Fi 802.11 AC, ബ്ലൂടൂത്ത് വേർഷൻ 5.0, USB Type-C, 3.5mm ഓഡിയോ ജാക്ക് എന്നിവ പ്രധാന കണക്ടിവിറ്റി ഓപ്ഷനുകളാണ്. ആക്സിലറോമീറ്റർ, ആംബിയന്റ് ലൈറ്റ് സെൻസർ, ഡിജിറ്റൽ കോമ്പാസ്, ജിറോസ്കോപ്പ് പിന്നെ പ്രോക്സിമിറ്റി സെൻസർ എന്നിവ പ്രധാന സെൻസറുകളും.
ഡയറക്റ്റ് സൗണ്ട് ഔട്ട്പുട്ട്, പിന്നെ ഡ്യുവൽ സ്മാർട്ട് PA എന്നീ ഫീച്ചറുകൾ ലൗഡും ക്ലിയറുമായിട്ടുള്ള ഓഡിയോ ഔട്ട്പുട്ട് നൽകും. കൂടാതെ താഴെയുള്ള പ്രധാന സ്പീക്കറിന്റെ കൂടെ ഇയർപീസ് കൂടി വർക്ക് ചെയ്ത് സ്റ്റീരിയോ ഓഡിയോ എക്സ്പീരിയൻസ് നൽകാനും ഈ സ്മാർട്ട് ഫോണിന് സാധിക്കും. 182 ഗ്രാം ഭാരമുള്ള ഈ സ്മാർട്ട് ഫോണിന്റെ തിക്നെസ് 8.8 മില്ലിമീറ്റേഴ്സ് ആണ്. ആർമേർഡ് എഡിഷന് 187 ഗ്രാം ഭാരവും 8.9 മില്ലിമീറ്റർ തിക്നെസ്സുമുണ്ട്. റെഡ്മി നോട്ട് 5നേക്കാൾ മികച്ച ബാറ്ററി ലൈഫ് തരാൻ പോക്കോ F1 സാധിക്കും. റെഡ്മി നോട്ട് 5 പിന്നെ റെഡ്മി നോട്ട് 5 Pro എന്നിവയിലുള്ളത് 14 നാനോമീറ്റർ ടെക്നോളജിയിൽ നിർമ്മിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ്സ് ആണ്. പക്ഷേ പോക്കോ F1 10 നാനോമീറ്റർ ടെക്നോളജിയിലുള്ള സ്നാപ്ഡ്രാഗൺ 845 ചിപ്സെറ്റ് ആണ്. ഒരു ദിവസത്തിൽ കൂടുതൽ ബാറ്ററി ലൈഫ് എളുപ്പത്തിൽ നൽകാൻ ഈ സ്മാർട്ട് ഫോണിന് സാധിക്കും. ഈ സ്മാർട്ട് ഫോണിന്റെ കൂടെ തന്നിരിക്കുന്ന ക്വിക്ക് ചാർജ് 3.0 സപ്പോർട്ടുള്ള ചാർജർ ഉപയോഗിച്ച് 2 മണിക്കൂറിൽ താഴെ സമയത്തിൽ ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും. 50% വരെ ചാർജ് ചെയ്യാൻ 30 മിനിറ്റ് മാത്രമാണ് എടുക്കുക. ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ OnePlus 6, Asus Zenfone 5C കൂടാതെ മറ്റു പല മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകൾക്കുമുള്ള പ്രോസസ്സറും റാമും ഒക്കെ പോക്കോ F1 ഉണ്ട്. പക്ഷേ OnePlus 6 അല്ലെങ്കിൽ Asus Zenfone 5C പോലെയുള്ള സ്മാർട്ട് ഫോണുകൾക്കുള്ള പകരക്കാരനല്ല ഇത്. റെഡ്മി നോട്ട് 5 Pro അല്ലെങ്കിൽ റെഡ്മി നോട്ട് 4 ഉപയോഗിക്കുന്നവർക്ക് ഒരു നല്ല അപ്ഗ്രേഡ് ആയിരിക്കും ഈ സ്മാർട്ട് ഫോൺ. പോക്കോ F1 ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസും ഡിസൈനും ഉണ്ട്. പക്ഷേ ക്യാമറ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ നിലവാരത്തിൽ മാത്രമുള്ളതാണ്. ആ കുറവാണ് ഒരു സ്നാപ്ഡ്രാഗൺ 845 ചിപ്സെറ്റ് ഉള്ള സ്മാർട്ട് ഫോണിന്റെ വില ഇത്രയും കുറയ്ക്കാൻ സഹായിച്ചത്. പുറകിലെ ക്യാമറ ഒരുപാട് ഉപയോഗിക്കാറില്ല എങ്കിൽ 30,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന സ്മാർട്ട് ഫോണുകളെ തിരയാതെ പോക്കോ F1 വാങ്ങാവുന്നതാണ്. ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും പെർഫോമൻസ് തരുന്ന ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോണാണ് പോക്കോ F1. ഈ വീഡിയോയുടെ പ്രധാന ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വാട്സപ്പ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ചില വീഡിയോകൾ കൂടി ഈ ചാനലിലുണ്ട്. See you next time. Have a great day.